നമുക്കൊന്നൊരു പൊരി മസാല ഉണ്ടാക്കില്ല സിമ്പിളായിട്ട്. അതിന് വേണ്ടി ഒരു പാൻ വെക്കുക. പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. പൊരി ഇടുക. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് ആ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിലിൽ പച്ചമുളക് ഇടുക, സവോള ഇടുക. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അത് ഭയങ്കരമായിട്ട് വാടണ്ട. അതിന് മേലെ കുറച്ച് ക്യാരറ്റ് ഇടുക. ക്യാരറ്റും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് തക്കാളി ഇട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടാൽ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സർ ഇടാം. മിക്സർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പിന്നാലെ നമുക്ക് കപ്പലിൻ്റെയും ഇടാം. കപ്പലിൻ്റെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വറുത്ത് മാറ്റി വെച്ച പൊരി ഇടാം. പൊരി ഇട്ട് നന്നായിട്ട് മിക്സ് എടുക്കുക. മസാല എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പും ഇടുക. പിന്നെ മല്ലിയിലയും വേപ്പിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് നമ്മളെല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അതും ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം. നമുക്ക് 4 മണിയാകുമ്പോൾ ചായക്ക് കഴിക്കാൻ പറ്റും. ബെസ്റ്റ് പൊരി മസാലയാണ്.